ആഗോള സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതിച്ചേർത്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത ചരിത്ര നേട്ടത്തിലേക്ക് കാൽവെക്കുന്നു. കടൽ മാർഗം കപ്പലുകളിൽ എത്തിച്ച ചരക്കുകളിനി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കരമാർഗം ഒഴുകി തുടങ്ങും. ഓഗസ്റ്റ് 18 വിഴിഞ്ഞത്ത് നിന്നുള്ള ആദ്യ ചരക്ക് ലോറി പ്രയാണം ആരംഭിക്കുമെന്നാണ് തുറമുഖ വകുപ്പിൽ നിന്നുള്ള സൂചനകൾ. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിഴിഞ്ഞത്ത് ട്രയൽ റൺ വിജയകരമായി പുരോഗമിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ നിരവധി കപ്പലുകളാണ് ഇതിനകം വിഴിഞ്ഞം തീരമണഞ്ഞത്. ഈ കപ്പലുകളിൽ നിന്നിറക്കിയ 10,000-കണക്കിന് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തുറമുഖത്ത് യാർഡുകളിലുള്ളത്. ഇവ കസ്റ്റംസ് ക്ലിയറൻസ് പൂർത്തിയാക്കി രാജ്യത്തിന്റെ ആഭ്യന്തര വിപണികളിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അധികൃതർ. വിഴിഞ്ഞം പോർട്ടിന്റെ ട്രയൽ റൺ ഘട്ടം വലിയ വിജയമാണ്. കപ്പലുകൾ വരുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇവിടെ നിന്നുള്ള ചരക്കുകൾ കരമാർഗം വിതരണം ചെയ്യുന്നത്. അതിനുള്ള എല്ലാ സുരക്ഷാ സാങ്കേതിക പരിശോധനകളും പൂർത്തിയായി വരുന്നു. ആദ്യഘട്ടത്തിൽ റോഡ് മാർഗമായിരിക്കും ചരക്കു നീക്കം. ഇതിനായി വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള ദേശീയപാതയിലേക്കുള്ള കണക്ടിവിറ്റി റോഡുകൾ സജ്ജമായി കഴിഞ്ഞു. ട്രക്കുകളുടെ സുഗമമായ യാത്രയ്ക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ട്രാഫിക് മാനേജ്മെന്റ് പോർട്ടും പരിസരത്തൊരുക്കിയിട്ടുണ്ട്. റെയിൽ കണക്ടിവിറ്റിയുടെ നിർമ്മാണവും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. കരമാർഗമുള്ള ചരക്കു നീക്കം കൂടി ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായ പോർട്ടായി മാറും. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനാകും ഇത് വഴിവെക്കുക. ലോജിസ്റ്റിക്സ് മേഖലയിൽ 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ചരക്കു നീക്കം സുഗമമാകുന്നതോടെ വൻകിട വ്യവസായ ഗ്രൂപ്പുകളും തങ്ങളുടെ സാന്നിധ്യം വിഴിഞ്ഞത്ത് ഉറപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെയും ആശങ്കകളെയും കാറ്റിൽ പറത്തി വിഴിഞ്ഞമതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് മുന്നോടിയായുള്ള നിർണായക നാഴികക്കല്ലാകും ഓഗസ്റ്റ് 18 ഈ ചരക്കു നീക്കം ആരംഭിക്കുന്നതിന് മുന്നോടിയായി NHI ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തുറമുഖത്തേക്കുള്ള അപ്രോച്ച് റോഡിൽ തെരുവു വിളക്കുകൾ സ്ഥാപിക്കും. ദേശീയപാത 66 ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുക, ദിശാബോർഡുകൾ സ്ഥാപിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വലിയ കണ്ടെയ്നർ ട്രെയിലറുകൾക്ക് സുഗമമായി കടന്നുപോകാൻ ദേശീയപാത 66ലേക്ക് ബന്ധിപ്പിക്കുന്ന 2 കിലോമീറ്റർ നീളമുള്ള 6 വരി അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനോടൊപ്പം ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി സർവീസ് റോഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കനത്ത ഭാരം വഹിക്കുന്ന ട്രക്കുകൾക്ക് നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രത്യേക ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനവും ഇവിടെയുണ്ടാകും. ഇതുവരെ വിഴിഞ്ഞത്ത് ട്രാൻസ്ഷിപ്മെന്റ് ഒരു വലിയ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് ചരക്കു മാറ്റുന്നത് മാത്രമാണ് പ്രധാനമായും നടന്നിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇന്ത്യയിലെ വ്യാപാരികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിഴിഞ്ഞം വഴി നേരിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കാനും വിദേശത്ത് നിന്നുള്ളവ ഇറക്കുമതി ചെയ്യാനും സാധിക്കും. ഇതിനായി തുറമുഖത്തിനുള്ളിൽ കസ്റ്റംസ് പരിശോധനയ്ക്കുള്ള അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. റോഡ് മാർഗമുള്ള ചരക്കു നീക്കം ഉടൻ ആരംഭിക്കുമെങ്കിലും റെയിൽവേ വഴിയുള്ള ചരക്കു നീക്കത്തിനായുള്ള ജോലികളും പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.76 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം നടക്കുകയാണ്. ഇതിൽ 9.5 കിലോമീറ്ററും ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് കടന്നുപോകുന്നത്. റെയിൽപാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ദീർഘദൂര ചരക്കു നീക്കം കൂടുതൽ എളുപ്പമാവുകയും ഹൈവേകളിലേക്ക് തിരക്ക് കുറയുകയും ചെയ്യും. കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാർഷിക, സുഗന്ധ വ്യഞ്ജന, വ്യവസായിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ആഗോള വിപണിയിലെത്തിക്കാൻ ഇത് സഹായിക്കും. കരമാർഗമുള്ള ചരക്കു നീക്കം സജീവമാകുന്നതോടെ തുറമുഖത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെയർഹൌസുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, പുതിയ വ്യവസായങ്ങൾ എന്നിവ രൂപപ്പെടുകയും സാധാരണക്കാർക്ക് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണിത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സ്വാഭാവിക ആഴമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ അടുക്കാൻ സാധിക്കും. ലോകത്തെ പ്രധാന അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതയായ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് കോറിഡോറിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവും പൂർണ്ണമായി ഓട്ടോമേറ്റഡ് ചെയ്തതുമായ ആദ്യ പോർട്ടുകളിൽ ഒന്നാണിത്. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖത്തിന്റെ 1ാം ഘട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ട്രയൽ റൺ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC എറീന ഉൾപ്പെടെയുള്ള ഭീമൻ കപ്പലുകൾ ഇവിടെ വിജയകരമായി എത്തിയിരുന്നു. അദാനി ഗ്രൂപ്പ് ഏകദേശം 16,000 കോടി രൂപയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 2028 ഡിസംബറോടെ 2ാം ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഗണ്യമായി വർദ്ധിക്കും. ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട് മേഖലകളിൽ കേരളത്തിൽ വലിയ തൊഴിലവസരങ്ങൾക്കാണ് വിഴിഞ്ഞം വഴി തുറക്കുന്നത്. കടലിനപ്പുറത്ത് നിന്നുള്ള വികസന സ്വപ്നങ്ങൾക്കിനി ഇന്ത്യൻ മണ്ണിലൂടെ വേഗതയേറും. ഓഗസ്റ്റ് 18 വിഴിഞ്ഞം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടി സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.